എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Wands, Emperor energy, Seven of Pentacles, High Priestess, Queen of Swords, Four of Swords energy connections. ഫസ്റ്റ് ഓഫ് ഓൾ കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി മുന്നേറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു മാസം തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്വയമേ ഉള്ള ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ട് ആലോചനകളും ചിന്തകളും ഒക്കെ വരുന്നു എന്നുള്ളത് വളരെയധികം നിങ്ങൾക്ക് പ്രാധാന്യം ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഓഫീസിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടായിട്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സോഫ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര കെയറിങ്ങും കൈൻഡും മറ്റുള്ളവരോട് ദയാദാക്ഷിണ്യവും കൂടുതലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തുറന്ന മനസ്സുള്ളൊരു വ്യക്തിയാണ്, അതേസമയം തന്നെ സത്യം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരേ സമയം എല്ലാവരോടും ദയാദാക്ഷിണ്യവും കാരുണ്യവും ഒക്കെ കാണിക്കുമ്പോഴും അത് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇതിന് സത്യസന്ധമായി ഉത്തരം പറയണം, അതാണ് ശരിയായിട്ടുള്ള രീതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ആളുകൾ പൊതുവേ സുഖമുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുത്താൽ അത് വേറെ രീതിയിൽ എടുക്കുന്നതാണ് ഒരു ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ ആ ഒരു കാരുണ്യവും ദയയും കെയറും ഒന്നും ആളുകൾ അതിനെ അക്നോളേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങൾ നിൽക്കുന്ന ഏരിയ, നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഏത് സിറ്റുവേഷനിലായാലും അവിടെ നിങ്ങളുടെ ഈ പറയുന്ന സ്വഭാവം, ഈ നിങ്ങളുടെ സത്യസന്ധത അത് മനസ്സിലാക്കിയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഇൻഹെറിൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ ജന്മസിദ്ധമായിട്ട് ക്വാളിറ്റീസ് ഉണ്ട്, അത് മാറ്റാൻ നിൽക്കരുത്. ആളുകൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് നിങ്ങളുടെ മുകളിലേക്ക് എത്തിക്കുകയാണ്. കിങ് ഓഫ് വോൺസ് എനർജി ആൻഡ് എംപറർ എനർജിയാണ്. അപ്പോൾ ഇത് ചുറ്റുമുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളത് ജനറലായിട്ട് പറഞ്ഞ കാര്യം. അതുകൂടാതെ സാമ്പത്തിക കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജോലി സംബന്ധം കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഉയരത്തിലേക്ക് എത്താണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലിസണിങ് സ്കിൽ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടി ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ജോലി, ഇപ്പോൾ ട്രാൻസ്ലേറ്ററായിട്ട് ഇപ്പോൾ മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്ററായിട്ട് ഉള്ള ജോലി, അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കും, ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും, ഇപ്പോൾ അതുപോലെ മറ്റുള്ളവരായിട്ട് സംവദിക്കണമല്ലോ ആ ഒരു ജോലി, കൗൺസിലർ, അതെങ്കിൽ എന്തെങ്കിലും വോക്കലിസ്റ്റ്, ഇപ്പോൾ വായ് കൊണ്ട് നാവ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നവർ, നിങ്ങളൊരു പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ പോലും അതൊരു ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് ഒരു അക്സെപ്റ്റൻസ് ലോകത്തിൽ നേടിത്തരുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേരും പ്രശസ്തിയൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം പൊതുവേ ഗണപതി ഭഗവാനെ ഭജിക്കുക, പല കാര്യങ്ങളും പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയമാണ്. ഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക, വിഘ്നങ്ങളൊന്നും കൂടാതെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത്
ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തിക്ക് തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ ഗണപതി ഭഗവാന് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന സമയമാണ്. പിന്നെ മത്സര പരീക്ഷകൾ അതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ ഇപ്പോൾ കറക്കി കുത്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് പരീക്ഷകളിൽ രക്ഷപ്പെട്ടു പോയെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. നിങ്ങൾ വർക്ക് ചെയ്താൽ കൃത്യമായിട്ട് കർമ്മഫലമാണ്. അപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തതിനുള്ള ഫലമാണ്. അപ്പോൾ വർക്ക് ചെയ്താൽ അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഫലം കിട്ടും. വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിനൊരു ഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു മിസ്ഫോർച്യൂൺ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ ലോകത്ത് നിന്ന് നിങ്ങളൊരു ഫോർച്യൂണിലേക്ക് വരികയാണ്. അതായത് സമ്പത്ത്, സ്വത്ത് അല്ലെങ്കിൽ സമൃദ്ധി എന്ന് നമ്മൾ പൊതുവേ പറയുന്ന രീതിയിലാണ്. പണം സംബന്ധിക്കുന്ന രീതിയിൽ മാത്രമല്ല, ഒരു സമൃദ്ധി ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജി എന്ന് തന്നെ പറയാം. ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടാകുന്നുണ്ട്. ഒരു മെയിൻറ്റെയിനിങ് എക്വിലിബ്രിയം, അതായത് നല്ല രീതിയിൽ ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ നമ്മളിപ്പോൾ കരിയറിൽ നോക്കുന്നു, ഫിനാൻസ്, ഇപ്പോൾ കരിയർ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ സമ്പത്ത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ സമ്പത്ത് നല്ല രീതിയിൽ പരിപാലിക്കണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുകയാണെങ്കിലാണ് കയ്യിൽ സമ്പത്ത് നിലനിൽക്കുന്നുള്ളൂ. അതേപോലെ തന്നെ പേഴ്സണൽ ബന്ധങ്ങളിൽ അപ്പോൾ എല്ലാം കൂടി ഒരുപോലെ നല്ല രീതിയിൽ പരിപാലനം ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിൽ ആ ഒരു സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിന് സാഹചര്യങ്ങൾ ഒത്തുവരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അത് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കുടുംബകാര്യവും അല്ലെങ്കിൽ ജോലിക്കാര്യത്തിൻ്റെ അപ്പുറത്തേക്കും ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം. നിങ്ങൾ കുറച്ചധികം ദൈവിക അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലേക്ക് പോകുന്നു സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ആളുകൾ കൂടുതൽ സമയം ഇതുപോലുള്ള കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, അല്ലാത്തവരിലും ഈ ഒരു സ്പിരിച്വൽ കണക്ഷനോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അതുപോലെ ഈവൻ ദൈവിക കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിൽ പോലും സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ മെഡിറ്റേഷനോ യോഗ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ഒരു സാധ്യത സൂചിപ്പിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിതം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾ ചിലപ്പോൾ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട് ഇവിടെ. സൗഹൃദം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ളൊരു സൗഹൃദമാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് അതുപോലെയുള്ള ഒരു സൗഹൃദം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൊളാബറേഷൻ, മറ്റു വ്യക്തിയായിട്ടുള്ള സിറ്റുവേഷൻ ആവാം സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കൊളാബറേഷൻ, ഒരു കൊളാബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഫാമിലിയായിട്ട് വളരെ നല്ലൊരു ഫാമിലിയായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കുടുംബത്തോടെ ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. നേരത്തെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫാമിലിയിൽ ആ ഒരു ഇങ്ങോട്ടേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച്
ഒരു ചെറിയ ഹോം സിക്നെസ്സും ആവാം നാട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ കാണാനുള്ളൊരു ഫീലിങ്സൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.